കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇനിയിപ്പോൾ 5 നാൾ കൗമാര കലോത്സവത്തിന്റെ ആഘോഷാരവങ്ങളിലേക്ക് കടക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അനന്തപുരിയിൽ പൂർത്തിയായിട്ടുണ്ട്. പൂർണ്ണമായും സജ്ജമാണ്. അതുതന്നെ നമ്മൾ മന്ത്രിമാരുടെ വാക്കിൽ നോക്കി തന്നെ കേട്ടതാണ്. സിജു കണ്ണൻ തുടരുന്നുണ്ട്. സിജു, നേരത്തെ സിജു സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിലൊരു ജനപങ്കാളിത്തത്തെ പറ്റി. അത് തന്നെയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളെ ഒക്കെ തന്നെ വ്യത്യസ്തമാക്കുന്നത്. ഏഷ്യയിലെ തന്നെ വലിയ കലോത്സവം എന്ന രീതിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജനപങ്കാളിത്തമാണ് എല്ലാ തരത്തിലുമുള്ള ഇതുവരെ മുമ്പുണ്ടായിട്ടുള്ളത്. നേരത്തെ ഒരു 2016 തോന്നുന്നു തലസ്ഥാനത്ത് ഇതുപോലൊരു കലോത്സവം എത്തിയിട്ടുള്ളത്. 8 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും എത്തുമ്പോൾ ഒരു ജനപങ്കാളിത്തം തന്നെയാണ് ഈ കലോത്സവങ്ങളെ വേറിട്ടതാക്കുന്നത്. പ്രധാന വേദിയിൽ നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയും. ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. കൃത്യം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. അതിനുശേഷം വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. വേദിയിൽ ഇപ്പോൾ മുഴുവൻ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വേദി നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. വലിയ ആവേശത്തോടു കൂടിയാണ് അനന്തപുരി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഏറ്റെടുക്കുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ആവേശം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലെത്തും. 10 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഈ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കലയുടെ വലിയ ഉത്സവം ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം വേദിയിൽ മോഹിനിയാട്ടത്തോടു കൂടിയാണ് മത്സരം ആരംഭിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, അതോടൊപ്പം മന്ത്രിമാരായ GR അനിൽ, കെ രാജൻ, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാൽ തുടങ്ങി 29 അതിഥികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേദി ഇപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട്. ആകെ മത്സരം നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ 101 മത്സരം നടക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 110 മത്സരം നടക്കുന്നു. അറബിക് കലോത്സവം, അതോടൊപ്പം തന്നെ സംസ്കൃത കലോത്സവം കൂടി സംസ്കൃതോത്സവം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ 2 വിഭാഗങ്ങളിലുമായി 19 മത്സരങ്ങൾ വീതമാണ് ഉള്ളത്. ആകെ 249 മത്സരങ്ങളാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്നത്. 5 ദിവസങ്ങളിലായി 25 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരോടായി ചോദിക്കാം, ഈ കലോത്സവത്തിൻ്റെ ആവേശം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കലോത്സവം കാണാൻ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കലോത്സവത്തിന് 5 ദിവസം കൂടി ഉണ്ടാവും. എന്തോ വരുന്നത് കൊല്ലം. അല്ല, ഡ്യൂട്ടിക്ക് വന്നതാണ്. ഓ യെസ്. കൊല്ലം. ഇല്ല. ആ ഓ ഓ അല്ല കേട്ടില്ല. ആലപ്പുഴ. ഓ ഇല്ല. ഇവിടെ കുറച്ച് പേരുണ്ട്. കോട്ടയം സ്കൂളിൽ തീരുമാനിച്ചു. അതെ. തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ജില്ല കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ, മത്സരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ തന്നെ ഇവിടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി 6 ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശമാണ് പ്രധാന വേദിയായ നിളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിള ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു എന്ന് പറയാം. ആ രീതിയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ, അതോടൊപ്പം തന്നെ അവരോടൊപ്പം എത്തിയ രക്ഷിതാക്കളെല്ലാം തന്നെ ഉണ്ട്. അധ്യാപകരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരുണ്ട്. നിള ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി തുടങ്ങി. കൃത്യം 10 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ശരി, സിജു പറഞ്ഞതുപോലെ തന്നെ നിള എപ്പോഴും ഒഴുകിയിരിക്കുകയാണ്. സദസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇനിയിപ്പോൾ 5 നാൾ കൗമാര കലോത്സവത്തിന്റെ ആഘോഷാരവങ്ങളിലേക്ക് കടക്കുകയാണ്.
സിജുവോടൊപ്പം കുട്ടികളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കണ്ടു വലിയൊരു ആവേശം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ കുരുന്നുകളും ഈ ഒരു വേദിയിൽ ഇരിക്കുന്നതും ഇനിയിപ്പോൾ അവരുടേതായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളടക്കം ഇനി അവിടെ അവർ നടത്താൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തായാലും മാറ്റുരയ്ക്കും മത്സരങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സ്വർണ്ണക്കപ്പ് അതിന് ഏത് ജില്ലയിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കുരുന്നുകളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. ഇനി ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. മനുഷ്യ മനസ്സുകളെ നിരന്തരം നവീകരിച്ച് വലിയ ആവേശമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോഹിനിയാട്ട മത്സരത്തോടു കൂടി തന്നെയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നത്. പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മോഹിനിയാട്ട മത്സരം നടക്കും. അതേസമയം തന്നെ മറ്റ് 24 വേദികൾ കൂടി ഉണരും. ഈ വേദികളിലെല്ലാം തന്നെ വിവിധ മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആവേശം എന്ന് പറയുന്നത് ഈ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ആദ്യ ദിവസം മുതൽ തന്നെ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. 117.5 പവൻ ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണക്കപ്പാണ് ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്നത്. ആദ്യ ദിവസം മുതൽ ഓരോ മത്സരം കഴിയും തോറും ഈ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലകൾ കണ്ടെത്തുന്നതിനുള്ള മത്സരം വളരെ ശക്തമാകും. കഴിഞ്ഞ തവണ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് സ്വർണ്ണക്കപ്പ് കാസർഗോഡ് എത്തിച്ച് അവിടെ നിന്ന് 14 ജില്ലകളിലൂടെ കടന്നു വന്ന് കഴിഞ്ഞ ദിവസം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചത്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാകും ഈ സ്വർണ്ണക്കപ്പ് ഇത്തവണ കൊണ്ടുപോകുന്നത് എന്നൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ആ ചോദ്യത്തിലേക്കുള്ള ആരോഗ്യകരമായ മത്സരം ഈ ആദ്യ ദിവസം മുതൽ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മികച്ച സ്കൂളുകളെ കണ്ടെത്തുന്നതിനുള്ള മത്സരം നടക്കും. വളരെ ആവേശം നിറഞ്ഞ രീതിയിലേക്ക് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ കലോത്സവത്തിന്റെ ഒരു ആവേശം അതേപടി നിറച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. നല്ലതാണ്. അടിപൊളി. കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എല്ലാം കാണണം. ഇല്ല, ജില്ലയിലില്ല. സ്കൂൾ കലോത്സവത്തിനുണ്ടായിരുന്നു, സബ് ജില്ലയിലുണ്ടായിരുന്നു. ഓ ഇല്ല. മത്സരം കണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. ഓ മത്സരം കണ്ട് അതെ. ഓ ഓ കുറച്ച് കഴിയുമ്പോൾ വന്നല്ലേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ കാണാം. പതിയെ വൈബ് ആയിക്കോളും. പതിയെ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ടീമൊന്നുമില്ലേ? കൂട്ടി വൈബാക്കണ്ടേ? സെറ്റ് ആക്കണം, പൊളിക്കണം. തുടങ്ങിയല്ലേ ഉള്ളൂ, ഇനി വന്നതല്ലേ ഉള്ളൂ, തുടങ്ങണം. വന്നതല്ലേ ഉള്ളൂ, പതുക്കെ വൈബാവും. ഇവിടെ രണ്ടുപേരുണ്ട്. കുഴപ്പമില്ല, നല്ല വൈബ്. വെഞ്ഞാറമൂട് സ്കൂൾ ഇല്ല. ഏത് മത്സരം ഏറ്റവും രസകരമായി കാണണമെന്ന് തോന്നുന്ന മത്സരം? ഡാൻസ് ഐറ്റംസ്, നൃത്ത ഐറ്റംസ്, എല്ലാത്തിനോടും താല്പര്യം, കാണാൻ ഇഷ്ടമാണ്. 5 ദിവസം ഇവിടെ ഉണ്ടാവും. അത് അറിഞ്ഞൂടാ, അതറിയില്ല. ഇങ്ങനെ വലിയ ആവേശത്തിലാണ് കുട്ടികളുള്ളത്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ മത്സരത്തിൽ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ മത്സരിച്ച ആളുകളുണ്ട്. അതിൻ്റെ ഒരു ആവേശമുണ്ട്. അതോടൊപ്പം ഇവിടെ എത്തുന്ന കുട്ടികളെല്ലാം തന്നെ വലിയ പിന്തുണ അവർക്ക് നൽകണമെന്ന് ആഗ്രഹത്തോടു കൂടി ഇവിടെ എത്തുന്ന ആളുകളാണ്. വൈബാക്കാൻ വേണ്ടി തീരുമാനിച്ചെത്തിയ വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് അധ്യാപികമാരോടൊക്കെ ചോദിച്ചു കളയാം, ഇവർ തയ്യാറെടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി. പിന്നെ അതെ 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 ഇവിടെ ഉണ്ടാവും. പറ്റുന്നത്രയും വരും, പറ്റുന്നത്രയും ദിവസം വരും. എന്നാലും കാണും. എവിടുന്നാ വരുന്നേ? ഞങ്ങള് കന്യാകുളങ്ങര വെമ്പായം കന്യാകുളങ്ങര. അതെ, ഇത് മൊത്തം ഞങ്ങളുടെ കുട്ടികളാ. ഞാനിപ്പോ ഇങ്ങനെ നോക്കിയപ്പോ ഈ പ്രധാന വേദി നോക്കിയപ്പോ ഈ ഭാഗത്താണ് ഒരു ആവേശം വളരെ കൂടുതൽ കാണുന്നത്. വളരെ
വളരെ നല്ല ആവേശമുണ്ട് എല്ലാവർക്കും. ഇങ്ങനെ പുറകുനിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആവേശം എല്ലാവരുടെയും മുഖത്ത് അങ്ങനെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ തുടക്കം തന്നെ നമുക്ക് ഉഷാറാക്കണം. ഞങ്ങൾ നേരത്തെ വന്നു, സീറ്റൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുക. സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ്. അതെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് നേരത്തെ വന്ന് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഈ ചെറിയ കുട്ടികളൊക്കെ പറയണ വൈബാക്കണം എന്നാണ്. അപ്പൊ നമ്മളെന്താ പറയാ, വൈബാണ്, നല്ല വൈബല്ലേ. നമ്മളും വൈബിന്റെ ടീമാണ്. തീർച്ചയായും കുട്ടികൾക്കൊപ്പം നമ്മളും പോണമല്ലോ. അതെ വളരെ സന്തോഷം. കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയൊരു പ്രതീതി. എല്ലാ മത്സരം കാണുന്നുണ്ടോ? കൂടുതലും കാണും. സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളുണ്ടോ? സ്കൂളിൽ ഞങ്ങൾ 25 കുട്ടികൾ. ആരെങ്കിലും ഏതെങ്കിലും ഐറ്റത്തിൽ മത്സരിക്കുന്നവരുണ്ടോ? ഈ വർഷം ആരുമില്ല. അപ്പോൾ വളരെ ചെറിയ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് കാണണമെന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ട് കാണാൻ. എല്ലാ മത്സരവും കാണണം. ഓ ഇന്ന് എനിക്കിവിടെ വന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ SPC NCC NSS ഒക്കെ അവരെയൊക്കെ പരിപാടി കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ പത്രത്തിൽ ഇതൊക്കെ കണ്ടപ്പം സന്തോഷമുണ്ട്. ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ അടിപൊളിയായിരുന്നു, നല്ല ഇതായിരുന്നു, അടിപൊളി എക്സ്പ്രഷൻ ആയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടതിൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ എത്തി. ഈ ഒന്നാം വേദിയിൽ സീറ്റ് പിടിച്ച ആളുകൾ വരെ ഉണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിള വളരെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് ജനപ്രവാഹമാണ് നിളയിലേക്ക് കാണുന്നത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശം അതേപടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ 63ാമത് എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കുട്ടികളൊക്കെ വൈബാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും ഈ ഒരു കലോത്സവത്തെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ വൈബാക്കാൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ നേരത്തെ ഒരു ദൃശ്യങ്ങളിൽ ഒരു കൗതുകരമായ കാഴ്ച കണ്ടു. ഞങ്ങളോടൊന്നും ചോദിക്കില്ലേ എന്ന് പറഞ്ഞ പത്രം മൂടിയിരിക്കുന്ന ചെറു കുരുന്നുകളെയൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. എന്തായാലും സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.